ജാനുവരി 22 തന്നെയാണ് KSൻ്റെയും UPSൻ്റെയും ഇൻ്റർവ്യൂ വന്നത്. KSൻ്റെ ഇൻ്റർവ്യൂ പ്രീപോൺ ചെയ്യുകയായിരുന്നു 20 അന്ന് തന്നെ ഞാൻ ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോയി UPSC ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഈവൻ ഞാൻ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കൂടെ ലക്ഷ്മികാന്തൊക്കെ ആയിട്ട് നടന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ ആളുകൾ പരിചയപ്പെടുന്നത് ആ സമയത്ത് അങ്ങനെ ആയിരുന്നു. ഇൻ്റർവ്യൂ കോച്ചിങ് ആണെങ്കിൽ പോലും ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോൾ പിന്നെയും നമുക്ക് സ്പെഷ്യൽ മെൻറ്റേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ 1-on-1 സെഷൻ വരുന്നുണ്ട്, മോക്ക് ഇൻ്റർവ്യൂസ് വരുന്നുണ്ട്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു അപ്രോച്ച് തന്നെയായിരുന്നു എൻ്റേത്. എല്ലാ 1-on-1 സെഷൻ വരുമ്പോഴും അത് ആദ്യം ഇരുന്ന് ബുക്ക് ചെയ്യുക, ആ ആഴ്ച തന്നെ എല്ലാവരെയും നേരിട്ട് കാണുക, സംസാരിക്കുക. അപ്പോൾ അത് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ഒന്നാമത്തത് ഡൽഹി മിത്താണ്. അതായത് നമ്മൾ ഡൽഹിയിൽ പോകണം. അപ്പം ഞാൻ തന്നെ UPSC മെയിൻസ് ക്ലിയർ ചെയ്തതിന് ശേഷം എല്ലാവരും നിർബന്ധിക്കുന്നുണ്ടായിരുന്നു ഡൽഹിയിൽ പോകാൻ. എൻ്റെ റിലേറ്റീവ്സ് പലരും ഫ്ലൈറ്റ് ടിക്കറ്റ് പോലും എടുത്തു തരാമെന്ന് പറയുന്നത് ഡൽഹിയിൽ പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2017 ഞാൻ ട്രിവാൻഡ്രത്ത് കണ്ട UPSC പ്രിപ്പറേഷൻ അല്ല 2023 ഞാൻ കാണുന്നത്. 2017 ഇവിടെ 1-2 ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമേ ഉള്ളൂ. വലുതായിട്ട് ഐഡിയ ഇല്ല. കുട്ടികൾ വരുന്നു, പഠിക്കുന്നു, പോകുന്നു. പക്ഷേ ഞാൻ 2023 സർവീസ് കയറി തിരിച്ച് UPSCയിലേക്ക് വരുമ്പോൾ കാണുന്ന ട്രിവാൻഡ്രം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു മിനി ഡൽഹി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അവിടെ നമുക്ക് എല്ലാ കോമ്പറ്റീഷനും നമുക്ക് കാണാൻ പറ്റും. ഒരു മോക്ക് ടെസ്റ്റിന് പോകുമ്പോൾ തന്നെ 2000-3000 പേര് എഴുതുന്ന മോക്ക് ടെസ്റ്റാണ്. റാങ്ക് ലിസ്റ്റ് വരുന്നത് തന്നെ 1000-1500 പേര്, 2000 പേരുടെ റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ ലീഡ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് കംപ്ലീറ്റ് എക്കോസിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, മെൻറ്റേഴ്സുണ്ട്. ഹലോ എവരിവൺ, എല്ലാവർക്കും ലീഡ് IASൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് ഇന്ന് നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഷെയർ ചെയ്യാനായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ആൻഡ് ദാറ്റ് ദി സ്റ്റോറി ഓഫ് നിഖിൽ ചന്ദ്രൻ. നിഖിൽ ലീഡിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഒരു പ്രൈം സ്റ്റുഡൻ്റ് ആയിരുന്നു. 2023 ഓൺലൈൻ സ്റ്റുഡൻ്റായിട്ട് ലീഡുമായിട്ട് എൻറോൾഡ് ആയ ഒരാളാണ് നമ്മുടെ സിവിൽ സർവീസ് പ്രൈം ബാച്ചിൽ. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ പ്രോഗ്രാംസിലും കില്ലേഴ്സ് അല്ലേ, പ്രിലിംസ് കില്ലർ ആയിക്കോട്ടെ, മെയിൻസ് കില്ലർ ആയിക്കോട്ടെ, അങ്ങനെ 2023 തൊട്ട് നമ്മുടെ എല്ലാ പ്രോഗ്രാംസുമായിട്ടും ആക്റ്റീവായിട്ട് അസോസിയേറ്റ് നിൽക്കുന്ന ആളാണ്. ആൻഡ് ഇന്ന് നിഖിൽ KSൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ സ്ട്രീം 2-ൽ 4ാമത്തെ റാങ്ക് കരസ്ഥമാക്കിയാണ് നമ്മളോടൊപ്പം ഇന്ന് ഈ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. ആൻഡ് നിഖിലിൻ്റെ ഇൻസ്പിറേഷണൽ സ്റ്റോറി അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല. നിഖിൽ UPSC ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്നൊരു വ്യക്തിയാണ്. രണ്ടും എനിക്ക് തോന്നുന്നു തൊട്ടടുത്തുള്ള ദിവസങ്ങളിലായിരുന്നു. സോ നിഖിൽ, വെൽക്കം ടു ദിസ് വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്. താങ്ക് യു സാർ. താങ്ക് യു. നിഖിലിൻ്റെ പ്രൊഫൈൽ നോക്കിയപ്പോൾ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം 12 വർഷത്തെ ഒരു ആസ്പിറൻറ്റിൻ്റെ ജേണിയാണ് നമുക്ക് ത്രൂ ഔട്ട് കാണാൻ പറ്റുന്നത്. 2014 താങ്കൾ SSC എഴുതി പോസ്റ്റൽ അസിസ്റ്റൻ്റായിട്ട് കയറുന്നു. 2016 LDC എക്സാമിനേഷൻ കഴിഞ്ഞ് സ്റ്റേറ്റ് സർവീസിൻ്റെ ഭാഗമാകുന്നു. അതിനുശേഷമാണ് UPSC അറ്റൻഡ് ചെയ്യുന്നത്. നമ്മളിവിടെ പൊതുവെ കണ്ടിരിക്കുന്ന മൊത്തം നേരെ തിരിച്ചാണ്. UPSCയിൽ നിന്ന് സ്റ്റേറ്റ് PSCയിലേക്ക് പോകുന്നൊരു ട്രെൻഡാണ്. പക്ഷേ നിഖിൽ നേരെ തിരിച്ചാണ്. ആൻഡ് സർവീസിൽ കയറിയാൽ പൊതുവേ ആൾക്കാർ ആ ഒരു സെറ്റിൽഡ് ജോബ് കിട്ടിക്കഴിയുമ്പോൾ സാറ്റിസ്ഫൈഡ് ആകുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ നിഖിലിൻ്റെ ഇത്തവണത്തേത് 6ാമത്തെ UPSC അറ്റംപ്റ്റാണ്. വേർ ഡു യു ഗെറ്റ് ദിസ് പാഷൻ ഫ്രം മാൻ? സീരിയസ്ലി, ക്യാൻ യു ഷെയർ വിത്ത് ദിസ്? അത് ഞാൻ SSC ക്ലിയർ ചെയ്ത് പോസ്റ്റൽ അസിസ്റ്റൻ്റ് ആകുമ്പോൾ തന്നെ ഞാൻ അവിടെ മൈസൂർ ട്രെയിനിങ് 3 മാസം ട്രെയിനിങ് ചെല്ലുമ്പോൾ അവിടെ ഒരാൾ പ്രിലിംസ് പാസ്സായി UPSC മെയിൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുകയും അയാൾ എനിക്കതിൻ്റെ സിലബസ് തരികയാണ് ചെയ്തത്. ഒന്നും പറഞ്ഞില്ല സിലബസ്. അപ്പോൾ ഞാൻ സിലബസ് നോക്കിയിട്ട് ഇതെങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞ് കൺഫ്യൂഷനായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നീട് ഞാൻ ഇവിടെ കേരളത്തിൽ തിരിച്ചു വന്ന് വർക്ക് ചെയ്തു. വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ഞാൻ പോസ്റ്റ് ഓഫീസിൽ ഇരുന്നതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി. അപ്പോൾ ത്രൂ ഔട്ട് ഒരു 2014 തൊട്ട് 14-16 ഒക്കെ ആയപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഐഡിയ വന്നു. മൈൻഡിലുണ്ടായിരുന്നു UPSC ട്രൈ ചെയ്യണമെന്ന്. ഞാൻ ഡിഗ്രി ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഡിസ്റ്റൻ്റായിട്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു. ഗ്രാജുവേഷൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. അത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ഞാൻ UPSC സ്റ്റാർട്ട് ചെയ്തു. 2017 ഞാൻ എൻ്റെ ആദ്യത്തെ പ്രിലിംസ് തന്നെ പാസ്സായി. മെയിൻസ് എഴുതുന്നുണ്ട്. അപ്പോഴേക്കും മനസ്സിലായി മെയിൻസ് എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. പ്രിലിംസ് കണക്കേ അല്ല. നമുക്ക് ഒരു ഫാക്ച്വൽ നോളജ് മാത്രം പോരാ, വളരെ ഡീപ്പായിട്ട് പല സബ്ജക്റ്റുകളിലും നമുക്കൊരു അറിവ് വേണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ എല്ലാം ക്രിട്ടിക്കലി അനാലിസിസ് പാർട്ടാണ്. അപ്പോൾ അത് നമ്മൾക്ക് വളരെ ഡീപ്പായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ അത് എഴുതാനും കഴിയൂ. അത് വേറൊരു സ്കില്ല് തന്നെയാണ്. അത് അങ്ങനെ ഞാൻ പിന്നെ തിരിച്ച് LD വരുന്നു, LDയിലേക്ക് പോകുന്നു. LDയിൽ ഇരുന്ന് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇടയ്ക്ക് കഴിഞ്ഞ
കെ എസിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ മെയിൻസ് ചെയ്ത് 2019 അപ്പോൾ ലീവ് എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ലീവ് എടുത്തത് കൊണ്ട് തന്നെ എനിക്ക് അതെ ലീവ് എടുത്തത് കൊണ്ട് തന്നെ എനിക്ക് ആദ്യത്തെ കെ എസിൽ സ്ട്രീം 1 എഴുതാൻ പറ്റിയത്. പക്ഷേ ലിസ്റ്റിലുണ്ടായിരുന്നു, അത് ഇൻ്റർവ്യൂ പോയി ലിസ്റ്റിലുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ തിരിച്ച് വർക്ക് ചെയ്യാൻ കയറി. റവന്യൂ സർവീസിൽ 3 വർഷം കഴിഞ്ഞു. അതിനുശേഷം ഞാൻ 2022-23 ലീഡിൽ ഒരു ഓൺലൈനായിട്ട് പ്രൈം ബാച്ചിൽ ജോയിൻ ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്ത് കൊണ്ട് തന്നെ പഠിച്ചു. ആ തവണയും മെയിൻസ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ഓപ്ഷണലിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് 23 മുതൽ 24-25 ലീഡിൽ പ്രിലിംസ് കില്ലറുണ്ട്, അത് കഴിഞ്ഞ് മെയിൻസ് കില്ലറുണ്ട്, അത് റിസൾട്ട് വരുമ്പോഴത്തേക്ക് അടുത്ത പ്രിലിംസ് കില്ലർ, അടുത്ത മെയിൻസ് കില്ലർ, അങ്ങനെ ഒരു ട്രാക്കിലായിരുന്നു പോയത്. ഇപ്പോൾ ചിലപ്പോൾ ഇത്രയും വർക്ക് ചെയ്തുകൊണ്ടായിരിക്കാം എനിക്ക് ഇപ്പോൾ കെ എസിൻ്റെ ഇൻ്റർവ്യൂവും UPSCയുടെ ഇൻ്റർവ്യൂവും വന്നത് ഒരേ ഡേറ്റിലാണ്. ജാനുവരി 22 തന്നെയാണ് കെ എസിൻ്റെയും UPSCൻ്റെയും ഇൻ്റർവ്യൂ വന്നത്. കെ എസിൻ്റെ ഇൻ്റർവ്യൂ പ്രീപോൺ ചെയ്യുകയായിരുന്നു 20 അന്ന് തന്നെ ഞാൻ ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോയി UPSC ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അത് തന്നെ ഒരു ദിവസം വന്നപ്പോൾ ഞാൻ കരുതി ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ ഹാർഡ് വർക്ക് പേ ഓഫ് ചെയ്യുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ വളരെ കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു നമ്മൾ ഈ പുഷിങ് ഫോർവേഡ്. നമ്മൾ ഒരു പൊസിഷൻ ഇരിക്കുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പിലത്തെ പൊസിഷനിലേക്ക് നോക്കി അതിലേക്ക് എത്താനുള്ള ഒരു ടെൻഡൻസി അത് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അതൊരു ഹാബിറ്റ് പോലെ. അതെ, നമ്മൾ പോസ്റ്റൽ അസിസ്റ്റൻ്റ് SSC ക്ലിയർ ചെയ്യുന്നു, PSC ക്ലിയർ ചെയ്യുന്നു. അപ്പോൾ അടുത്ത ഇനി എന്താണ്, ഇപ്പോൾ എനിക്ക് ഇനി ഡൗട്ടുള്ളത് ഇനി അടുത്തത് എന്താണ് എന്നുള്ള ഒരു ഡൗട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇൻട്രസ്റ്റിംഗ്. അതെ അതെ. അപ്പം ഈ ജേർണിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു കാര്യം കൂടി ഞാൻ നോട്ടീസ് ചെയ്തിരുന്നു. ലൈക്ക് അതും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ലൈക്ക് താങ്കൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് സക്സസ് നുണയുന്ന ഒരാളാണ്. എന്താ ഇത് ലൈഫിൽ കൊണ്ടുവരുന്ന മാറ്റം എന്താണ്? എങ്ങനെയാണ് നമ്മുടെ ലൈഫിനോടുള്ള തന്നെ ഒരു അപ്രോച്ച് തന്നെ ഇതിനെ മാറ്റുന്നത്? അതെ, സാധാരണ സക്സസ് ഉണ്ടാകുമ്പോഴാണെങ്കിലും ഫെയിലിയർ ഉണ്ടാകുമ്പോഴാണെങ്കിലും ഞാൻ അതിനെ കാണുന്നത് മറ്റൊരു തരത്തിലാണ്. സാധാരണ ഒരാൾ എങ്ങനെ ചിന്തിക്കും, ചിലപ്പോൾ ഒരു പോസ്റ്റ് എടുത്തേക്കാം, അല്ലെങ്കിൽ ഒരു ടെസ്റ്റിന് നമുക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി, ടെസ്റ്റ് സീരീസ് മോക്ക് ടെസ്റ്റ് സീരീസ് ആണെങ്കിലും ഫസ്റ്റ് റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം റെസ്റ്റ് എടുക്കാതെ അടുത്ത എക്സാമിലേക്ക് അതേ സെയിം റാങ്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെ ഒരു അപ്രോച്ചായിരുന്നു മുമ്പ് തൊട്ടേ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പുഷിങ് ഫോർവേഡ് ഉണ്ടായിരുന്നു. വളരെ കോമ്പറ്റീറ്റീവായിട്ടാണ് പഠിച്ചതും. ചെറിയ ടെസ്റ്റ് സീരീസ് ആണെങ്കിൽ പോലും അവിടെ ടോപ്പ് 3 ആ ലിസ്റ്റിലേക്ക് വരാനുള്ള ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മോക്ക് ഇൻ്റർവ്യൂസിനൊക്കെ ചെല്ലുമ്പോൾ പലരും നമ്മളത് സംസാരിക്കുമ്പോൾ പേര് കേൾക്കുമ്പോൾ അവർക്കറിയാം നമ്മളെ റാങ്ക് ലിസ്റ്റുകൾ കണ്ടിട്ടുണ്ട്. ഈ മോക്ക് ലീഡിൻ്റെ തന്നെ ഓരോ ടെസ്റ്റ് കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ അതിനകത്ത് നമ്മളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പേര് വരാൻ വേണ്ടി നമ്മൾ മാക്സിമം കോമ്പറ്റീഷൻ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അഗെയിൻ കമ്മിങ് ബാക്ക് ടു ലീഡ്. അതായത് 2017 താങ്കളുടെ ആദ്യത്തെ UPSC അറ്റംപ്റ്റ്. ഓക്കെ, പക്ഷേ ലീഡുമായിട്ട് ജോയിൻ ചെയ്യുന്ന അസോസിയേറ്റ് ചെയ്യുന്ന 2023 എന്ത് മാറ്റമാണ് ലീഡിൻ്റെ ട്രെയിനിങ് താങ്കൾ നടത്തിയത്? അതെ, 2017 ഞാൻ ട്രിവാൻഡ്രത്ത് കണ്ട UPSC പ്രിപ്പറേഷൻ അല്ല 2023 ഞാൻ കാണുന്നത്. 2017 ഇവിടെ 1-2 ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമേ ഉള്ളൂ. വലുതായിട്ട് ഐഡിയ ഇല്ല, കുട്ടികൾ വരുന്നു, പഠിക്കുന്നു, പോകുന്നു. പക്ഷേ ഞാൻ 2023 സർവീസ് കയറി തിരിച്ച് UPSCയിലേക്ക് വരുമ്പോൾ കാണുന്ന ട്രിവാൻഡ്രം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു മിനി ഡൽഹി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അവിടെ നമുക്ക് എല്ലാ കോമ്പറ്റീഷനും നമുക്ക് കാണാൻ പറ്റും. ഒരു മോക്ക് ടെസ്റ്റിന് പോകുമ്പോൾ തന്നെ 2000-3000 പേര് എഴുതുന്ന മോക്ക് ടെസ്റ്റാണ്. റാങ്ക് ലിസ്റ്റ് വരുന്നത് തന്നെ 1000-1500 പേര്, 2000 പേരുടെ റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ ലീഡ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് കംപ്ലീറ്റ് എക്കോസിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, മെൻറ്റേഴ്സുണ്ട്. നമുക്ക് ഈ ഇൻ്റർവ്യൂ കോച്ചിങ് ആണെങ്കിൽ പോലും ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോൾ പിന്നെയും നമുക്ക് സ്പെഷ്യൽ മെൻറ്റേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ 1-on-1 സെഷൻ വരുന്നുണ്ട്, മോക്ക് ഇൻ്റർവ്യൂസ് വരുന്നുണ്ട്. അപ്പം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു അപ്രോച്ച് തന്നെയായിരുന്നു എൻ്റേത്. എല്ലാ 1-on-1 സെഷൻ വരുമ്പോഴും അത് ആദ്യം ഇരുന്ന് ബുക്ക് ചെയ്യുക, ആ ആഴ്ച തന്നെ എല്ലാവരെയും നേരിട്ട് കാണുക, സംസാരിക്കുക. അപ്പോൾ അത് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ഓക്കെ, ആൻഡ് താങ്കൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഓൺലൈൻ സ്റ്റുഡൻ്റ് ആണ്. അതെ അതെ. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ വർക്ക് ചെയ്തത് പുനലൂരായിരുന്നു, കൊല്ലം. അപ്പോൾ വീട്ടിൽ നിന്നും ഡെയിലി രാവിലെ ട്രെയിനിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിൽ നിന്നാണ് ഞാൻ പല ക്ലാസ്സുകളും കാണുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഓൺലൈൻ ഇരിക്കുമ്പോൾ നമുക്ക് 2x സ്പീഡിൽ ട്രെയിനിലിരുന്ന് ആണെങ്കിലും യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ക്ലാസ്സുകൾ അക്സസിബിൾ ആണ്.
അപ്പോൾ ആ ബാച്ചിലിരുന്ന് ഞാൻ ആൾമോസ്റ്റ് എല്ലാ വീഡിയോയും പറ്റുന്ന ടൈമിൽ കാണുന്നുണ്ടായിരുന്നു. ഈവൻ ഞാൻ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കൂടെ ലക്ഷ്മികാന്തൊക്കെ ആയിട്ട് നടന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ ആളുകൾ പരിചയപ്പെടുന്നത് ആ സമയത്ത് അങ്ങനെ ആയിരുന്നു, ഈ ബുക്കുമായിട്ട് പോകുന്നത്, എന്താണ് പഠിക്കുന്നത്. അതെ, ലക്ഷ്മികാന്ത് അവർ ക്യൂരിയസ് ആയിട്ട് അവർ ചോദിക്കുമായിരുന്നു എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് ട്രെയിനിൽ നിന്ന് വായിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഓൺലൈൻ വളരെ പ്രത്യേകിച്ച് ഇപ്പോൾ KS വന്നതോടുകൂടി ഗവൺമെൻറ് എംപ്ലോയീസിനും ഒരു പുതിയൊരു ചാൻസാണ് വന്നിട്ടുള്ളത്. മുമ്പ് ഒരു ജോലി കിട്ടുമ്പോൾ എല്ലാവരും സെറ്റിൽ ആവുന്ന ഒരു ഇതായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറുന്നുണ്ട്. ഒരു കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലോട്ട് വരുന്നുണ്ട്. ഒരു LD ക്ലർക്കായിട്ട് കയറുന്ന ഒരാൾക്ക് പോലും അതിലിരുന്ന് പഠിച്ച് PG ചെയ്യുകയോ ഗ്രാജുവേഷൻ ചെയ്യുകയോ പിന്നീടുള്ള കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. നമ്മൾ ആ ഒരു സ്ട്രീം 2-ലെ ഒരു കാര്യം താങ്കൾ ഇട്ടതുകൊണ്ട് തന്നെ എനിക്കൊരു ഓർമ്മ വന്നൊരു കാര്യം, നമ്മൾ പൊതുവെ സ്ട്രീം 2 ആൾക്കാരോട് സംസാരിക്കുമ്പോഴെല്ലാം തന്നെ അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എനിക്ക് തോന്നി ടൈം കൺസ്ട്രെയിൻ ആണ്. വർക്കും ലൈഫും കൂടി ബാലൻസ് ചെയ്യാൻ അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നു. താങ്കൾക്ക് ഈ ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിൽ താങ്കൾ ഫേസ് ചെയ്തിട്ടും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്തായിരുന്നു? ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള പ്രശ്നം ഈ ടൈമിൻ്റെ കൺസ്ട്രെയിൻ തന്നെയാണ്. നമ്മളുടെ കൂടെ UPSC എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ KS എന്ന് പറയുമ്പോൾ ഏറ്റവും ഹൈ എൻഡിലുള്ള കോമ്പറ്റീഷനാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഡേയിൽ ഇത്ര അവറായി അതിൽ ഇരിക്കുന്നുള്ളെങ്കിൽ അത് നമ്മൾ ബാക്കിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ബാക്കി എല്ലാവരും റീഡിംഗ് റൂം ബേസ്ഡ്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെ ഇഷ്ടം പോലെ റീഡിംഗ് റൂംസാണ്, നമുക്ക് അറിയാം. 24 hours റീഡിംഗ് റൂംസാണ്. അപ്പോൾ അവിടെ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ മുന്നിൽ നമുക്ക് കോമ്പറ്റീഷൻ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് UPSC ആണെങ്കിലും PSC ആണെങ്കിലും KS ആണെങ്കിലും അതെ കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത്രയും ഒരു 12 വർഷത്തെ ഒരു ആസ്പിറൻ്റ് ലൈഫ് ഉള്ളത് കൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ. നമ്മുടെ ആസ്പിറൻ്റ് കമ്മ്യൂണിറ്റി കോമൺ ആയിട്ട് വിശ്വസിച്ച് പോകുന്ന കുറച്ച് ലൈസ് ഉണ്ട്, കള്ളത്തരങ്ങളുണ്ട്. ഏതൊക്കെയാണ്? അത് ഒന്നാമത്തത് ഡൽഹി മിത്താണ്. അതായത് നമ്മൾ ഡൽഹിയിൽ പോകണം. അപ്പം ഞാൻ തന്നെ UPSC മെയിൻസ് ക്ലിയർ ചെയ്തതിന് ശേഷം എല്ലാവരും നിർബന്ധിക്കുന്നുണ്ടായിരുന്നു ഡൽഹിയിൽ പോകാൻ. എൻ്റെ റിലേറ്റീവ്സ് പലരും ഫ്ലൈറ്റ് ടിക്കറ്റ് പോലും എടുത്തു തരാമെന്ന് പറയുന്നത് ഡൽഹിയിൽ പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ അതൊരു മിത്താണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും മോക്ക് ഇൻ്റർവ്യൂസ് ഉണ്ട്. ലീഡ് IASൻ്റെ തന്നെ ഞാൻ ഏകദേശം 5 മോക്ക് ഇൻ്റർവ്യൂസ് ലീഡിൽ നിന്ന് മാത്രം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 1-on-1 സെഷനുകളുണ്ട്. അപ്പോൾ ആ പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും ഇൻ്റർവ്യൂലാണെങ്കിലും ഇപ്പോൾ നമുക്ക് ഡൽഹിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഇല്ല. അത് കംപ്ലീറ്റ്ലി ഒരു മിത്താണ്. ഓക്കെ, ഇൻ്റർവ്യൂവിൻ്റെ കാര്യം തന്നെ ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ താങ്കൾക്ക് ഇൻ്റർവ്യൂവിന് മാർക്ക് കുറഞ്ഞു പോയതുകൊണ്ടാണ് നമ്മൾ സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അത്യാവശ്യം ഇൻറ്റൻസീവായിട്ട് നമ്മൾ ലീഡിൻ്റെ എല്ലാ പ്രോഗ്രാംസിലും താങ്കൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഇൻ്റർവ്യൂ ട്രെയിനിങ് കോച്ചിങ് എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആയിരുന്നു ഇത്തവണത്തെ റിസൾട്ട്? എൻ്റെ കഴിഞ്ഞ KS ഇൻ്റർവ്യൂ ഞാൻ തൊട്ട് തലേന്ന് വരെ വർക്ക് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ ആണ് ഇൻ്റർവ്യൂവിന് ട്രിവാൻഡ്രത്തേക്ക് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് നമ്മൾ മൈൻഡിൽ ഐഡിയ ഉണ്ടെങ്കിൽ പോലും നമുക്കത് കൺവേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സീനിയറായിട്ടുള്ള ഓഫീസേഴ്സ് ആയിരിക്കാം, ക്വസ്റ്റ്യൻ നല്ല സ്റ്റാൻഡേർഡ് ആയിരിക്കാം. അപ്പോൾ നമുക്ക് നല്ലതുപോലെയുള്ള പ്രിപ്പറേഷൻ ഇൻ്റർവ്യൂവിന് ആവശ്യമാണ്. മെയിൻസിന് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലുള്ള പ്രിപ്പറേഷൻ ഇൻ്റർവ്യൂവിനും ആവശ്യമാണ്. നമ്മുടെ സ്വന്തം സ്ഥലത്തെപ്പറ്റി കൂടുതൽ അറിയുക. നമ്മൾ പഠിച്ച ഗ്രാജുവേഷൻ ടോപ്പിക് ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ അതിനെപ്പറ്റി സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് അറിയില്ലായിരിക്കാം. അപ്പോൾ അത് പഠിക്കുക. പിന്നെ എങ്ങനെയാണ് നല്ലതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ട്രെയിനർ ഉണ്ടായിരുന്നു, ജിതിൻ സാറിൻ്റെ സെഷൻസ് ഞാൻ എല്ലാ ആഴ്ചയും വരുമായിരുന്നു. ഏകദേശം 10-15ഓളം സെഷൻ സാറിൻ്റെ മാത്രം. സാറ് അവസാനം എന്നെ കാണുമ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങി അവസാനം. അപ്പോൾ അങ്ങനെ ഒരു ലെവലിലേക്ക് വന്നു. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഞാൻ നിഖിൽ 1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ. താങ്കളൊരു സീനിയർ ബ്യൂറോക്രാറ്റായിട്ട് താങ്കൾ കയറാൻ പോകുന്നത് ഇത്രയും ഒരു എക്സ്പീരിയൻസോട് കൂടിയിട്ടാണ്. ബ്യൂറോക്രസീൻ്റെ ഭാഗമായിട്ട് 10 വർഷത്തോളം ആയിരിക്കുന്നൊരു വ്യക്തിയാണ്. ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളെ എങ്ങനെ ഷേപ്പ് ചെയ്യുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഞാൻ സെൻട്രൽ ഗവൺമെൻറ്റിലാണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലാണെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ക്ലറിക്കൽ പോസ്റ്റിലാണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്ലറിക്കൽ പോസ്റ്റിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഒരു ഓഫീസിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവിടെ എന്താണ് നടക്കുന്നത്, ഏറ്റവും ചെറിയൊരു ഓഫീസും ഒരു സെൻട്രലൈസ്ഡ് കളക്ട്രേറ്റ് ആണെങ്കിൽ അങ്ങനെ ആ ഒരു ഓഫീസും തമ്മിലുള്ള ഇൻഫർമേഷൻ അസിമെട്രി എങ്ങനെയാണ്, ഗ്യാപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഏറ്റവും താഴെയുള്ള സ്റ്റാഫിനോടത്ത് എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത്, ആ ചെറിയൊരു വാക്ക് പോലും എത്ര ഡിസ്പ്രപ്പോർഷനായിട്ടുള്ള എഫക്റ്റ് അയാൾ ഉണ്ടാക്കും, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ അത് മൈൻഡിൽ വെച്ച് നമ്മൾ ഏത് പോസ്റ്റാണെങ്കിലും അത് ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതങ്ങനെ തന്നെ വരട്ടെ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എൻഡേവേഴ്സ്. സോ ഓഡിയൻസ്, ദിസ് ഈസ് ദി സ്റ്റോറി ഓഫ് നിഖിൽ. എനിക്ക് തോന്നുന്നു നിഖിലിൻ്റെ സ്റ്റോറി നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ്. നമ്മളൊരു സോഷ്യൽ മീഡിയ ലൈഫുള്ള കാലഘട്ടത്തിൽ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ തേടി പോകുന്ന എല്ലാവരുമുള്ള ഒരു കാലഘട്ടത്തിൽ 12 വർഷത്തെ പെർസിസ്റ്റൻസ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് സക്സസ് കിട്ടിയില്ലെങ്കിലും സക്സസ് വിൽ ഡെഫിനറ്റ്ലി കംസ് ടു പീപ്പിൾ ദോസ് ഹൂ സ്റ്റേ എന്നുള്ള ഒരു അടിപൊളി മെസ്സേജ് ഉള്ളൊരു സ്റ്റോറിയാണ് നിഖിൽ. ദിസ് ഈസ് മാത്യു. സോ സൈനിങ് ഓഫ് വിത്ത് നിഖിൽ ചന്ദ്രൻ. താങ്ക് യു. Lead IAS, #1 IAS Academy in Kerala.